എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി, അതായത് ഇസ്ലാമിക ചരിത്രമാണ്. അതിലെ 6ാമത്തെ അധ്യായം, ചാപ്റ്റർ 6, ദി ഉമ്മയാദ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ അമവികൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായും ചോദ്യങ്ങൾ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടത്, അല്ലേ? കാരണം ഇസ്ലാമിൻ്റെ ഭരണരീതി തന്നെ, അതിൻ്റെ ആ ഒരു ബേസിക് സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറിമറിഞ്ഞൊരു കാലഘട്ടമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇത്രയും പ്രധാനം. പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഭരണരീതിയിലെ ഒരു വലിയ മാറ്റം. ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക് പോലത്തെ സിസ്റ്റം അവിടെ നിന്ന് മുലൂക്കിയത്ത്, അതായത് രാജഭരണത്തിലേക്ക് മാറുകയാണ്. സിമ്പിളായി പറഞ്ഞാൽ ആളുകൾ കൂടിയാലോചിച്ച് നേതാവിന് തിരഞ്ഞെടുക്കുന്ന രീതി മാറി അച്ഛൻ മകൻ എന്ന രീതിയിൽ തലമുറകളായി ഭരണം കൈമാറുന്ന ഒരു സിസ്റ്റം തുടങ്ങി. ഇത് കാരണം പരീക്ഷയ്ക്ക് എസ്സേ ചോദ്യങ്ങളും ഷോർട്ട് നോട്ട് ചോദ്യങ്ങളുമൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായും വരും. ഈ ഒരു എക്സ്പ്ലെയിനർ കഴിയുമ്പോഴേക്കും അമവികൾ എങ്ങനെ വന്നു, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെ, പിന്നെ എങ്ങനെയാണ് അവരുടെ ഭരണം അവസാനിച്ചത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഈ ചാപ്റ്റർ ശരിക്കും ഒരു കഥ പോലെയാണ്. അപ്പോൾ ഈ കഥ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ, കുറച്ച് കീവേഡ്സ് പഠിക്കണം. വെറും 4 വാക്കുകൾ. ഇത് പഠിച്ചാൽ മതി, ബാക്കി കഥ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാക്ക് ഖിലാഫത്ത്. എന്താണിത്? പ്രവാചകന്റെ കാലശേഷമുണ്ടായിരുന്ന ഒരു ഭരണരീതിയാണിത്. ഇതിലെങ്ങനെയാ നേതാവിനെ, അതായത് ഖലീഫയെ തെരഞ്ഞെടുക്കുന്നത്? എല്ലാവരുമായി കൂടിയാലോചിച്ച്, ഇന്നത്തെ ഒരു റിപ്പബ്ലിക് സിസ്റ്റം പോലെന്ന് നമുക്ക് പറയാം. ഇനി 2ാമത്തെ വാക്ക് മുലൂകിയത്ത്. ഇത് ഖിലാഫത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതൊരു രാജഭരണം പോലെയാണ്. ഇവിടെ അധികാരം കൈമാറുന്നത് ഒരു കുടുംബത്തിനുള്ളിലാണ്. അതായത് അച്ഛൻ ഭരിച്ചു, അത് കഴിഞ്ഞ് മകൻ ഭരിക്കുന്നു. അതാണ് മുലൂകിയത്ത്. 3ാമത്തെ വാക്ക് ഷൂറ. ഇതൊരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി കൗൺസിൽ. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനു മുൻപ് ഭരണാധികാരി ഈ സമിതിയിലുള്ള ആളുകളുമായി ഒന്ന് ചർച്ച ചെയ്യും. ഈ വാക്ക് നന്നായി ഓർത്തുവെക്കണേ. നമ്മുടെ അവസാനത്തെ വാക്ക് മവാലി. ഇതാരാണെന്ന് വെച്ചാൽ അറബികളല്ലാത്ത ആളുകൾ. അവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയുള്ളവരെയാണ് മവാലികളെന്ന് വിളിച്ചിരുന്നത്. ഈ കഥയിൽ ഇവർക്ക് വലിയൊരു റോളുണ്ട്. അതുകൊണ്ട് ഈ പേര് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അമവികളുടെ കഥയിലേക്ക് പോകാം, അല്ലേ? അവരുടെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു, അവരുടെ കാലത്ത് എന്തൊക്കെ പ്രധാന സംഭവങ്ങളുണ്ടായി എന്നൊക്കെ നമുക്ക് ഓർഡറിൽ നോക്കാം. ഏകദേശം ഒരു 90 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ഭരണകാലമാണ് അമവികളുടേത്. നമുക്കതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം, ഒരു ഓവർവ്യൂ പോലെ. 661 മുആവിയ ഭരണം തുടങ്ങുന്നു. പിന്നെ 680 വളരെ പ്രധാനപ്പെട്ട കർബല സംഭവം നടക്കുന്നു. അതിനുശേഷം അബ്ദുൽ മലിക് വന്ന സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നു. പിന്നെ അൽ വലീദിന്റെ കാലത്ത് സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയൊരു പീക്കിലെത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ചുകാലം ഉമർ രണ്ടാമന്റെ ഒരു നല്ല ഭരണവും വരുന്നുണ്ട്. അവസാനം 750 അബ്ബാസിയ വിപ്ലവം വന്ന് ഈ ഭരണം അവസാനിക്കുന്നു. ഇതാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളിൽ നിന്ന് തുടങ്ങാം. സ്ഥാപകൻ മുആവിയ. ഇദ്ദേഹം എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്? അലിയുടെ മകനായ ഹസൻ സ്ഥാനമൊഴിഞ്ഞ ശേഷമാണ് മുആവിയ ഖലീഫയാകുന്നത്. അദ്ദേഹം ശരിക്കും ഭയങ്കര ടാക്ട്ഫുള്ളായിട്ടുള്ള, അതായത് തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്തായിരുന്നു? ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം തന്റെ മകനായ യസീദിനെ അടുത്ത ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. അതോടുകൂടി നമ്മൾ നേരത്തെ പഠിച്ച ആ ഖിലാഫത്ത്, അതായത് കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന രീതി, അവിടെ നിന്നു. പകരം എന്തു വന്നു? മുലൂക്കിയത്ത്, അഥവാ രാജഭരണം. ഈയൊരു മാറ്റം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഖിലാഫത്തും മുലൂക്കിയത്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ഖിലാഫത്തിൽ എങ്ങനെയായിരുന്നു? നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കൂടിയാലോചനയിലൂടെയാണ്. പക്ഷെ മുലൂക്കിയത്തിലോ അത് പാരമ്പര്യമായി കിട്ടുന്ന ഒന്നായി മാറി. ഇനി ഖജനാവിന്റെ കാര്യം. ഖിലാഫത്തിൽ ബൈത്തുൽമാൽ എന്ന് പറയുന്ന പൊതുഖജനാവ് ജനങ്ങളുടെ ആവശ്യത്തിനായിരുന്നു. പക്ഷെ മുലൂക്കിയത്തിലോ അത് ഭരണാധികാരിയുടെയും കൊട്ടാരത്തിന്റെയും ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ആ പഴയ ഉപദേശക സമിതി ഷൂറ അതില്ലാതായി. അഭിപ്രായ സ്വാതന്ത്ര്യവും കുറഞ്ഞു. ഇതൊക്കെയായിരുന്നു ആ വലിയ മാറ്റങ്ങൾ. മുആവിയയ്ക്ക് ശേഷം മകൻ യസീദ് അധികാരത്തിൽ വന്നല്ലോ. പക്ഷെ എല്ലാവരും അത് അംഗീകരിച്ചില്ല, പ്രത്യേകിച്ച് അലിയുടെ 2ാമത്തെ മകനായ ഹുസൈന്. കാരണം ഇങ്ങനെ അച്ഛനിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ സമയത്ത് കൂഫ എന്ന സ്ഥലത്തെ ജനങ്ങൾ ഹുസൈനെ അങ്ങോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് ഹുസൈനും കുടുംബവും കുറച്ച് അനുയായികളും കൂഫയിലേക്ക് ഒരു യാത്ര തുടങ്ങി. പക്ഷേ ആ യാത്ര അതിന്റെ ലക്ഷ്യത്തിലെത്തിയില്ല. കർബല എന്ന് പറയുന്ന ഒരു സ്ഥലത്തു വെച്ച്
യസീദിന്റെ സൈന്യം അവരെ വളഞ്ഞു. അവിടെ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ ഹുസൈനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവരും കൊല്ലപ്പെട്ടു. ഇതാണ് ചരിത്രത്തിലെ കർബല ദുരന്തം എന്നറിയപ്പെടുന്നത്. ഈ കർബല സംഭവം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു. ഒരു ചരിത്രകാരൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഹുസൈൻ്റെ രക്തം ഷിയ വിഭാഗത്തിന്റെ വിത്തായി മാറിയെന്ന്. എന്താണിതിൻ്റെ അർത്ഥം? ഈ ഒരു സംഭവത്തിന് ശേഷം അലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മാത്രം പിന്തുടരുന്ന ഷിയ എന്നൊരു വിഭാഗം വളരെ ശക്തമായി. ഇത് മുസ്ലിം ലോകത്ത് ഷിയ, സുന്നി എന്നിങ്ങനെ വലിയൊരു വിഭജനത്തിന് കാരണമായി. അത് ഇന്നും നിലനിൽക്കുന്നു. അതോടൊപ്പം ഈ സംഭവം അമവി ഭരണത്തിന്റെ ഒരു മോറൽ അതോറിറ്റി, ഒരു ധാർമ്മികമായ അടിത്തറ അതില്ലാതാക്കി. അടുത്തതായി നമ്മൾ കാണുന്നത് അബ്ദുൽ മലിക്കിനെയാണ്. ഇദ്ദേഹത്തെ പലപ്പോഴും അമവി ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകനെന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം മുആവിയ ഭരണം തുടങ്ങിയെങ്കിലും അതിനെ ശരിക്കും ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാക്കി മാറ്റിയത് അബ്ദുൽ മലിക്കാണ്. അദ്ദേഹം കുറേ റിഫോംസ്, അതായത് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനം, അറബി ഭാഷയെ ഭരണത്തിന്റെ ഔദ്യോഗിക ഭാഷയാക്കി. അതോടെ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും ഒരു പൊതുവായ ഭാഷ വന്നു. പിന്നെ ആദ്യമായിട്ട് സ്വന്തമായി അറബി അക്ഷരങ്ങളുള്ള നാണയങ്ങളുണ്ടാക്കി. അത് സാമ്പത്തികമായി രാജ്യത്തെ ശക്തിപ്പെടുത്തി. പോസ്റ്റൽ സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നെ ജെറുസലേമിലെ പ്രശസ്തമായ ഡോം ഓഫ് ദ റോക്ക് പണികഴിപ്പിച്ചതും അബ്ദുൽ മലിക്കാണ്. അബ്ദുൽ മലിക്കിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അൽ വലീദ് ഒന്നാമൻ അധികാരത്തിൽ വന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തെയാണ് അമവി സാമ്രാജ്യത്തിന്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലെത്തിയത് ഈ സമയത്താണ്. ചുറ്റും യുദ്ധവിജയങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുറ്റ ജനറൽമാർ പല പുതിയ രാജ്യങ്ങളും കീഴടക്കി. ഉദാഹരണത്തിന് മുഹമ്മദ് ഇബ്നു ഖാസിം ഇന്ത്യയിലെ സിന്ധ് പ്രവിശ്യ പിടിച്ചടക്കി. താരിഖ് ഇബ്നു സിയാദ് സ്പെയിൻ കീഴടക്കി. ഖുതൈബ ഇബ്നു മുസ്ലിം സെൻട്രൽ ഏഷ്യയും. ഡമാസ്കസിലെ വലിയ ഉമയ്യിദ് പള്ളി നിർമ്മിച്ചതും അൽ വലീദാണ്. ഈ അമവി ഭരണാധികാരികളുടെ ഇടയിൽ വളരെ വ്യത്യസ്തനായ ഒരാളുണ്ടായിരുന്നു. അതാണ് ഉമർ രണ്ടാമൻ. വളരെ കുറച്ചുകാലമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. പക്ഷേ ആ ഭരണം വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ 4 ഖലീഫമാരെ പോലെ വളരെ നീതിയോടും മതപരമായ ചിട്ടയോടുമാണ് അദ്ദേഹം ഭരിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിൽ അദ്ദേഹത്തെ 5ാമത്തെ നീതിമാനായ ഖലീഫ എന്നുപോലും വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹം പുതിയ രാജ്യങ്ങൾ പിടിക്കാൻ പോയില്ല. പകരം ഉള്ള രാജ്യത്ത് നീതി നടപ്പാക്കാൻ ശ്രമിച്ചു. നമ്മൾ ആദ്യം പഠിച്ച ആ ഷൂറ എന്ന ഉപദേശക സമിതി ഓർമ്മയില്ലേ? അത് അദ്ദേഹം തിരികെ കൊണ്ടുവന്നു. പിന്നെ മവാലികൾ, അറബികളല്ലാത്ത മുസ്ലിങ്ങൾ, അവരോട് വളരെ നന്നായി പെരുമാറി അവരുടെ മേലുള്ള അന്യായമായ ടാക്സുകളൊക്കെ എടുത്തുകളഞ്ഞു. അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും അവരുടെ കാലത്തെ സംഭവങ്ങളുമൊക്കെ കണ്ടു. ഇനി എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ? ഈ വലിയ സാമ്രാജ്യം അവരെങ്ങനെയാണ് ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. അവരുടെ ഭരണരീതിക്ക് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഒരു മോഡലുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ ഖലീഫ, അദ്ദേഹമാണ് ഹെഡ്. അദ്ദേഹത്തെ സഹായിക്കാനായി പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ദീവാൻ എന്ന് വിളിച്ചിരുന്നത്. ഓരോന്നിനും ഓരോ ജോലി. ഉദാഹരണത്തിന് തപാൽ കാര്യങ്ങൾ നോക്കാൻ ദീവാനുൽ ബരീദ്, ഗവൺമെന്റ് രേഖകളൊക്കെ സൂക്ഷിക്കാൻ ദീവാനുൽ ഖദം, പണത്തിന്റെയും നികുതിയുടെയും കാര്യങ്ങൾ നോക്കാൻ ദീവാനുൽ ഖറാജ്. പിന്നെ പോലീസും പട്ടാളവുമൊക്കെ ദീവാനുൽ ഷുർത്തുവൽ ജുന്ദ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. ഓക്കെ, അപ്പോൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത്രയും പവർഫുള്ളായിരുന്ന ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നത്? എന്തൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ? നമുക്ക് നോക്കാം. ഈ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനമായും 4 കാരണങ്ങളാണ് പറയുന്നത്. നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഒന്നാമത്തെ കാരണം, പിന്നീട് വന്ന ഭരണാധികാരികൾ അത്ര കഴിവുള്ളവരായിരുന്നില്ല. അവർ ഭരണത്തേക്കാൾ കൂടുതൽ ആഡംബര ജീവിതത്തിലാണ് ശ്രദ്ധിച്ചത്. 2, അടുത്ത രാജാവ് ആരാകണമെന്നതിന് വ്യക്തമായൊരു നിയമമില്ലായിരുന്നു. അതുകൊണ്ട് രാജകുടുംബത്തിൽ എപ്പോഴും അധികാരത്തിനു വേണ്ടി അടിയും വഴക്കുമായിരുന്നു. 3ാമത്തെ കാരണം, മവാലികൾ, ഓർമ്മയില്ലേ അവരെ? അറബികളല്ലാത്ത മുസ്ലിങ്ങൾ. അവരെപ്പോഴും 2ാംകിട പൗരന്മാരായിട്ടാണ് കണ്ടിരുന്നത്. ഇതവർക്കിടയിൽ വലിയ ദേഷ്യമുണ്ടാക്കി. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇവർക്കെതിരായി പല ഗ്രൂപ്പുകളും ഒന്നിച്ചു. അമവികളോട് ദേഷ്യമുണ്ടായിരുന്ന ഷിയാകൾ, പിന്നെ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസികൾ, ഖുറാസാനികൾ, ഇവരെല്ലാം കൂടി ഒരുമിച്ചൊരു വിപ്ലവം നടത്തി. അവസാനം 750-ൽ നടന്ന സാബ് യുദ്ധത്തിൽ അമവികൾ തോറ്റു. അതോടെ ആ ഭരണം അവസാനിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്റർ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിവിഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. റെഡിയല്ലേ? ഓരോ ഭരണാധികാരിയെയും നമുക്കൊരൊറ്റ വാക്കിൽ ഓർത്തുവയ്ക്കാം. ഇത് പരീക്ഷയ്ക്ക് ഓർക്കാൻ എളുപ്പമാണ്. മുആവിയ ആരായിരുന്നു? സ്ഥാപകൻ, ഫൗണ്ടർ. രാജഭരണം തുടങ്ങിയ ആൾ. അബ്ദുൽ മാലിക്, പരിഷ്കർത്താവ്, റിഫോമർ. നാണയവും ഭാഷയുമൊക്കെ കൊണ്ടുവന്ന ആൾ. അൽ വലീദ് ഒന്നാമൻ, എക്സ്പാൻഡർ, സാമ്രാജ്യം വലുതാക്കിയ ആൾ. സിന്ധും സ്പെയിനും ഓർക്കുക. ഉമർ രണ്ടാമൻ, നീതിമാൻ, ദി പയസ് വൺ. അവസാനം മർവാൻ രണ്ടാമൻ, അവസാനത്തെ ഭരണാധികാരി. സിമ്പിളല്ലേ? ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നും ഓർത്തില്ലെങ്കിലും ഈ 3 പോയിന്റ്സ് മറക്കരുത്. ഇത് ഉറപ്പായും പരീക്ഷയ്ക്ക് വരും. 1, ആ വലിയ ആശയം, ഖിലാഫത്തിൽ നിന്ന് മുലൂകിയതിലേക്കുള്ള മാറ്റം.
അതായത് റിപ്പബ്ലിക്കിൽ നിന്ന് രാജഭരണത്തിലേക്ക്. 2. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കർബല ദുരന്തം, അതിന്റെ ഫലമായിട്ടുണ്ടായ ഷിയ സുന്നി വിഭജനം. 3. തകർച്ചയുടെ കാരണങ്ങൾ. ആ 4 കാരണങ്ങൾ ഓർക്കുക: ദുർബലരായ ഭരണാധികാരികൾ, പിന്തുടർച്ചാ പ്രശ്നം, മവാളികളുടെ ദേഷ്യം, പിന്നെ അബ്ബാസിയ വിപ്ലവം. ഈ 3 കാര്യങ്ങൾ എന്തായാലും ഓർത്തുവെക്കുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതെങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം എന്ന് നോക്കാം. ഞാനൊരു ചെറിയ സ്റ്റഡി പ്ലാൻ തരാം. പരീക്ഷയ്ക്ക് ഒരാഴ്ചയുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു സിമ്പിൾ പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ 2 ദിവസം ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് സ്വന്തമായിട്ട് ചെറിയ നോട്ടുകൾ ഉണ്ടാക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ ഭാഗം. 5-ാമത്തെ ദിവസം നമ്മൾ പഠിച്ച പ്രധാന വാക്കുകളും ആ തകർച്ചയുടെ കാരണങ്ങളും കാണാതെ പഠിക്കുക. 6-ാം ദിവസം ടെക്സ്റ്റ് ബുക്കിന് പുറകിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നോക്കുക. 7-ാമത്തെ ദിവസം നിങ്ങളുണ്ടാക്കിയ നോട്ട്സ് വെച്ച് ഒരു അവസാനവട്ട റിവിഷൻ. അത്രയുള്ളൂ. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്കിത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. നല്ല കോൺഫിഡൻസോടെ പോയി പരീക്ഷ എഴുതുക. എൻ്റെ എല്ലാവിധ ആശംസകളും.